മുൻ ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാൾ വീണ്ടും കുരുക്കിൽ. മദ്യനയം അഴിമതി കേസിനകത്ത് അദ്ദേഹത്തെ ED അറസ്റ്റ് ചെയ്ത് മാർച്ച് 21 അദ്ദേഹത്തിനെ ജയിലിൽ അയച്ചു. അതിനുശേഷം അദ്ദേഹം സെപ്റ്റംബറിലാണ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയത്. അദ്ദേഹം 6-7 മാസം ജയിലിൽ കിടക്കുകയും ചെയ്തു. മദ്യനയത്തിലെ AAP അഴിമതി കാണിച്ചു എന്നാണ് EDയുടെ കണ്ടെത്തൽ. നേരത്തെ CBI അദ്ദേഹത്തിനെയും പാർട്ടിക്കെതിരായിട്ട് ആം ആദ്മി പാർട്ടിക്കെതിരായിട്ട് കേസെടുത്തിരുന്നു. അതിന് മുന്നോടിയായിട്ട് ഉപമുഖ്യമന്ത്രിയെ നേരത്തെ അറസ്റ്റ് ചെയ്തു. പിന്നീട് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു. അവിടെ മദ്യനയത്തിന് പുതിയൊരു നയം നടപ്പാക്കി അതിനകത്ത് ബ്ലാക്ക് മണി വെളുപ്പിച്ചു എന്നാണ് ആരോപണം. അങ്ങനെയാണ് CBI ആദ്യം കേസെടുക്കുന്നത്. പിന്നീട് അത് ED അന്വേഷണം ഏറ്റെടുത്തു. മദ്യനയത്തിൽ അവിടുത്തെ വ്യാപാരികൾക്ക് ഇഷ്ടം പോലെ മദ്യം വിൽക്കാം, അതിന് ലൈസൻസ് ആവശ്യമില്ല ഗവൺമെൻറ്റിൻ്റെ. ആ മദ്യനയത്തിലാണ് വലിയധികം ആരോപണം വന്ന് അതിനകത്ത് കള്ളപ്പണം വെളുപ്പിച്ചു, അങ്ങനെ ലഭിച്ച പണം കൊണ്ടാണ് ഇലക്ഷൻ നടത്തിയത് എന്നൊക്കെ വ്യാപകമായ ആരോപണം വന്നതോടുകൂടി ആ മദ്യനയം അരവിന്ദ് കെജ്രിവാൾ പിൻവലിച്ചു. അത് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. അവിടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയായി ഉപമുഖ്യമന്ത്രിയും അങ്ങനെ പണം സമ്പാദിച്ചു, അത് അവിടുത്തെ ഇലക്ഷന് വിനിയോഗിച്ചു എന്നുള്ള ആരോപണം നിലനിൽക്കുകയാണ്. അതേസമയം നമുക്കറിയാം, പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയാണ് ഭരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ ഭഗവന്ത് സിംഗ് മാനാണ് അവിടുത്തെ മുഖ്യമന്ത്രി. നേരത്തെ ഹരിയാനയിലും അതിശക്തമായ പ്രചരണം നടത്തി അവർ അധികാരത്തിൽ വരേണ്ടവരായിരുന്നു. എങ്കിലും ഇപ്പോൾ പഞ്ചാബിൽ മാത്രം ആം ആദ്മി പാർട്ടി ഭരിക്കുന്നു. ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. അതിനു പകരം അവിടുത്തെ ഇന്ത്യയിലെ ഏറ്റവും ചെറുപ്പക്കാരിയായ മുഖ്യമന്ത്രി ഒരു ലേഡിയെ അവരോധിച്ചു. അതിഷി എന്ന മുഖ്യമന്ത്രി ഏകദേശം 13ഓളം വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയും ജയിലിൽ പോയ സന്ദർഭത്തിൽ അവർക്ക് ഏറ്റവും വിശ്വസ്തയായ അതിഷിയെ മുഖ്യമന്ത്രിയായി അവരോധിക്കുകയായിരുന്നു. സെപ്റ്റംബറിൽ അവർ മുഖ്യമന്ത്രിയായി. ഇന്ന് ഗോപാൽ റായി അതുപോലെ കൈലാഷ് ഗെഹ്ലോട്ടും ഇമ്രാൻ ഹുസൈനും അവരുടെ ശക്തരായ മന്ത്രിമാരാണ് ആ മന്ത്രിസഭയിൽ. അതുകൂടാതെ തൊട്ടടുത്ത സ്റ്റേറ്റിലും അവർ തന്നെ ഭരിക്കുകയാണ്. ഇലക്ഷൻ അടുത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ പ്രോസിക്യൂഷൻ സാങ്ഷനുമായിട്ട് മുന്നോട്ട് പോകുമ്പം അദ്ദേഹത്തിന് ഇലക്ഷന് കടമ്പ കയറാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളുമൊക്കെ ഒന്നിനു പുറകെ ഒന്നാകെ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും അവിടുത്തെ ഡൽഹി ഗവർണർ ഇദ്ദേഹത്തിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സാങ്ഷൻ കൊടുത്തു. അത് തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടിക്ക് ഒരു ബ്ലോ തന്നെയാണ്. മദ്യനയ കുംഭകോണം മൂലം കള്ളപ്പണം വെളുപ്പിച്ച് ശ്രമിച്ച കേസിലാണ് മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിയും അറസ്റ്റ് ചെയ്തത്. അതിനിപ്പം പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുത്തു. വരും ദിവസങ്ങളിൽ അതേപ്പറ്റി നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാം. അവരുടെ രാഷ്ട്രീയ ഭാവി എങ്ങനെ ചെന്ന് ചേരും എന്ന് ഈ പ്രോസിക്യൂഷൻ സാങ്ഷന്റെ ഫലമായി വരും ദിവസങ്ങളിൽ കോടതിയിൽ വരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.